ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ SSLCയിലേക്ക് പോകും മുമ്പ് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഐഡന്റിറ്റീസ് അഥവാ സർവ്വസമവാക്യങ്ങൾ. ആ ഒരു പാഠം 10ാം ക്ലാസ്സിൽ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4 ഐഡന്റിറ്റീസേ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളൂ. അതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് അങ്ങോട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? റെഡി ആണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള x+y² ആണ്. x+y². നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കാറുണ്ടാകും. x+y² x² + 2xy+y² എന്ന് കാണാതെ പഠിച്ച ആളുകളായിരിക്കും. പക്ഷേ നമ്മൾ ഇന്ന് അതൊരു ചിത്രവുമായി കണക്ട് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കും, എന്താണ് x+y²? ആ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു സമചതുരമാണ്, ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്, സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് x+y ആണെങ്കിൽ, സമചതുരത്തിന്റെ ഒരു വശം, ഈ ഒരു വശം എന്ന് പറയുന്നത് x+y ആണെങ്കിൽ, ആ സമചതുരത്തിന്റെ പരപ്പളവാണെന്ത്? x+y². ആ വലിയ സ്ക്വയർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിന്റെ ഏരിയയാണ് x+y². ഓക്കെ, വലിയ സ്ക്വയറിന്റെ ഏരിയ അഥവാ പരപ്പളവാണ് x+y². അതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ ഐഡിയ. അപ്പോൾ സൈഡിന്റെ നീളം x+y ആണെങ്കിൽ എല്ലാ സൈഡിനെയും നമുക്ക് 4 എക്സ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം x, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം y. അപ്പൊ മൊത്തം നീളം x+y അല്ലെ? സ്ക്വയറിന്റെ സൈഡിന്റെ നീളം x+y ആണ്. xy, അത് രണ്ടും കൂടെ കൂട്ടിയാൽ x+y. അതേപോലെ എല്ലാ സൈഡും അങ്ങനെ ഇതിൽ കൂടെ xy. ഇപ്പൊ നീളം x+y. സ്ക്വയറിന്റെ എല്ലാ സൈഡും, സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ നീളം x, ഈ നീളം y, ശരിയല്ലേ? x, ഈ നീളം y, ഈ നീളം x, ഈ നീളം y. ഓക്കെ ആണല്ലോ? അപ്പോ നമുക്ക് ഇങ്ങനെ 4 കഷ്ണങ്ങളായിട്ട് ഈ സ്ക്വയറിനെ മുറിക്കാമല്ലോ. 4 കഷ്ണങ്ങളായിട്ട് നമുക്ക് ഈ സ്ക്വയറിനെ മുറിക്കാമല്ലോ. അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇതാ, ഇവിടെ x, ഇവിടുന്ന് ഇവിടെ വരെ x, ഇങ്ങോട്ട് y, ശരിയല്ലേ? ഇവിടുന്ന് ഇവിടെ വരെ x, ഇങ്ങോട്ട് y, ഇവിടുന്ന് ഇവിടെ വരെ x, ഇങ്ങോട്ട് y. ഓക്കെ ആണ്, 4 കഷ്ണങ്ങൾ. നിങ്ങൾ നോക്ക്, ഇതിലെ ആദ്യത്തെ കഷ്ണം എന്ന് പറയുന്നത് വശം x ആയിട്ടുള്ള, വശത്തിന്റെ നീളം x ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ്, സമചതുരമാണ്. അപ്പൊ ആ സ്ക്വയറിന്റെ ഏരിയ എത്രയാ? ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് x ആയതുകൊണ്ട് തന്നെ x². സംശയം ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല, സിമ്പിൾ അല്ലെ? ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് x² ആയിരിക്കും. ശരിയല്ലടാ? സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ നോക്ക്, അടുത്ത കഷ്ണം എന്ന് പറയുന്നത്, അടുത്ത കഷ്ണം നോക്ക്, നീളം എക്സും വീതി വൈയുമായിട്ടുള്ള, നീളം എക്സും വീതി വൈയുമായിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ അല്ലേ? അല്ലെ? ഒരു ചതുരമാണ് നീളം എക്സും വീതി വൈയുമായിട്ടുള്ള. അപ്പോൾ അതിന്റെ ഏരിയ xy, ശരിയല്ലേ? xy. അതാ അടുത്ത കഷ്ണം നോക്ക്, അതും മറ്റൊരു റെക്റ്റാങ്കിൾ ആണ്, ശരിയല്ലേ? നീളം എക്സും വീതി വൈയുമായിട്ടുള്ള മറ്റൊരു റെക്റ്റാങ്കിൾ. അതിന്റെ ഏരിയ എത്രയാ? അതും xy. 2 റെക്റ്റാങ്കിൾസ്, ഒരേ ഏരിയ ഉള്ള 2 ചതുരങ്ങൾ, 2 റെക്റ്റാങ്കിൾസ്, ഒരേ പരപ്പളവുള്ള 2 ചതുരങ്ങൾ. ഇനി നാലാമത്തെ കഷ്ണം എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിച്ചോ, ഇതിലെ 4ാമത്തെ കഷ്ണം എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈഡ് y ആയിട്ടുള്ള സമചതുരം, ഒരു സൈഡ് y ആയിട്ടുള്ള സമചതുരം, അതിന്റെ ഏരിയ y², ശരിയല്ലേ? അതിന്റെ ഏരിയ y². അപ്പൊ ഈ മൊത്തം വലിയ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്, വലിയ സ്ക്വയറിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാ? അതാണ് x+y². അത് നമുക്ക് എങ്ങനെ എഴുതാം? വലിയ സ്ക്വയറിന്റെ ഏരിയ x². 2 ഒരേ ഏരിയയുള്ള, 2 ഒരേ ഏരിയയുള്ള, ഒരേ പരപ്പളവുള്ള ചതുരങ്ങൾ. ഏതാ ഏരിയ? xy. xy ഏരിയയുള്ള 2 ചതുരങ്ങൾ, 2xy. പിന്നെയോ ഒരു ചെറിയ ചതുരം, അതിന്റെ സൈഡ് y ആണ്, അപ്പൊ ഏരിയ y². സോ കാണാതെ പഠിക്കണോ? വേണ്ട, ഈ ചിത്രം ആലോചിച്ചാൽ മതി. x+y² എന്ന് പറയുമ്പോൾ x സൈഡ് ആയിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയ അല്ല, x+y സൈഡ് ആയിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയ ആണ്. അപ്പോൾ അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? x സൈഡ് ആയിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയ, xy സൈഡ് ആയിട്ടുള്ള 2 സ്ക്വയർ, എന്താണ് 2 റെക്റ്റാങ്കിൾ, y സൈഡ് ആയിട്ടുള്ള ഒരു ചെറിയ സ്ക്വയർ. ശരിയല്ലേ?
സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാമല്ലോ. സോ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചു. ഓക്കെ ആണ്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ, രണ്ട് റെക്റ്റാങ്കിൾ, ഏരിയ എക്സ് വൈ, പിന്നെ വൈ സൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഇതിലൊരു സംശയമില്ലല്ലോ. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്തോർത്ത് വെക്കാം? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഒരു ചെറിയ മാറ്റമേ ഉള്ളൂ. എക്സ് സ്ക്വയർ ഉണ്ട്, 2xy ഉണ്ട്, വൈ സ്ക്വയർ ഉണ്ട്. പക്ഷെ ഒരു മാറ്റമുണ്ട്, ശ്രദ്ധിക്കണം. വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പക്ഷേ 2xyന്റെ മുന്നിലുള്ള ചിഹ്നത്തിൽ മാത്രം ഒരു മാറ്റമുണ്ട്, -2xy. ഓക്കെ ആണോ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പഠിച്ചാൽ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഓർത്ത് വെക്കാം. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ വരുമ്പോൾ 2xyന്റെ മുന്നിൽ എന്ത് വരും? മൈനസ് വരും. സിമ്പിൾ ആണല്ലോ. സെറ്റ്. ഇനി അടുത്തതായിട്ട് ഇത് രണ്ടുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിൽ നിന്ന് മക്കളെ നിങ്ങൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ കുറച്ചാൽ എന്ത് കിട്ടും? അതാണ് എന്റെ ചോദ്യം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിൽ നിന്ന് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ കുറച്ചാൽ എന്താ കിട്ടുക? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നോക്ക്, എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ കുറച്ചാൽ അത് 0 ആയി പോകും. ശരിയല്ലേ? എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ കുറച്ചാൽ അത് 0 ആയി പോകും എന്ന് നിങ്ങൾക്കറിയാം. ശരിയാണ്. ഇനി വൈ സ്ക്വയറിൽ നിന്ന് വൈ സ്ക്വയർ കുറച്ചാലോ അതും 0 ആയി പോകും. ശരിയല്ലേ? എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ കുറച്ചാൽ അത് 0 ആയി പോകും. വൈ സ്ക്വയറിൽ നിന്ന് വൈ സ്ക്വയർ കുറച്ചാൽ അതും 0 ആയി പോകും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? മുകളിൽ ഒരു 2xy മൈനസ് താഴെ എന്താ ഉള്ളത്? ഒരു -2xy. ശരിയല്ലേ? ശരിയല്ലേ? ഇത് കുറയ്ക്കുന്ന സമയത്ത് എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ കുറയ്ക്കുമ്പോൾ അത് 0, വൈ സ്ക്വയറിന് വൈ സ്ക്വയർ കുറയ്ക്കുമ്പോൾ അതും 0. പിന്നെ ബാക്കി ആരുള്ളത്? 2xy മൈനസ് 2xy. അതെന്താണ്? 2xy പ്ലസ് മൈനസ് മൈനസ് കൂടെ പ്ലസ് ആകും. 2xy പ്ലസ് 2xy എത്ര ഉണ്ട്? രണ്ടും 4, 4xy. ഇത് പഠിച്ചിരിക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4xy. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഐഡന്റിറ്റി ആണ്. ഓക്കെ ആണോ? 3 എണ്ണം സിമ്പിൾ ആയിട്ട് പഠിച്ചു. 3 ഐഡന്റിറ്റീസ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു. ഓക്കെ ആണേ? ഈ 3 എണ്ണം ഒരിക്കലും മറന്നു പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഐഡന്റിറ്റീസ് ആണ്. സെറ്റ് ആണോ? ഓക്കെ ആണോ? ഈ 3 എണ്ണം സെറ്റ്. അപ്പൊ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, നമുക്ക് ബേസിക്സ് മാത്രം സെറ്റ് ആക്കിയാൽ പോരാ. SSLCയിലേക്ക് വരുമ്പം മുഴുവൻ ചാപ്റ്ററുകളും ഏറ്റവും അടിപൊളിയായിട്ട്, മുഴുവൻ സബ്ജക്റ്റുകളും ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് വേണം നമുക്ക് ഫുൾ A+ നേടിക്കൊണ്ട് നമ്മളൊക്കെ ഡ്രീം ചെയ്യുന്ന, അല്ലെ, നമ്മൾ സ്വപ്നം കാണുന്ന ആ നമ്മുടെ പാഷൻ പ്രൊഫഷൻ ആക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നമ്മുടെ കോഴ്സുകൾ നമുക്ക് +1 തിരഞ്ഞെടുക്കാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ സ്വപ്നം കാണുന്ന കോഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും പറയുന്നതനുസരിച്ച് ഏതെങ്കിലും കോഴ്സിനല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാൻ പറ്റണം. അതിന് നമുക്ക് SSLCയിൽ ഫുൾ മാർക്ക്, ഫുൾ A+ നേടേണ്ടതുണ്ട്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് സൈലത്തിന്റെ അസ്ത്ര ബാച്ച്. ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൈലത്തിന്റെ അസ്ത്ര ബാച്ചിലേക്ക് കയറി വരാം. നിങ്ങൾക്ക് വേണ്ടി ദിവസേനയുള്ള ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, അങ്ങനെ കുറേ ഫീച്ചറുകളുണ്ട്. യൂണിറ്റ് എക്സാംസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി സൈലത്തിന്റെ ആപ്പിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരണം. നമുക്കൊരു ഒരൊറ്റ ഐഡന്റിറ്റി കൂടി പഠിക്കാൻ, ഒരൊറ്റ ഐഡന്റിറ്റി കൂടി. ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചോ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, രണ്ട് നമ്പറുകളുടെ സ്ക്വയറിന്റെ ഡിഫറൻസ് കാണാൻ ഒരു ട്രിക്ക് ഉണ്ട്. നോക്കിക്കേ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് മാഷേ, അല്ലെങ്കിൽ ഇന്നോട് ചോദിക്കുകയാണ് എന്താണ് 55ന്റെ സ്ക്വയർ മൈനസ് 45ന്റെ സ്ക്വയർ. ഞാൻ പറയുന്നു, ഞാനിത് ചെയ്തു നോക്കാതെ ആൻസർ പറയും. എങ്ങനെയാണെന്നറിയോ? സിമ്പിളാ. ഇതാ, രണ്ട് നമ്പറിന്റെ സ്ക്വയറിന്റെ വ്യത്യാസമല്ലേ ചോദിച്ചത്. സ്ക്വയറിന്റെ വ്യത്യാസം ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ രണ്ട് നമ്പറും കൂടെ കൂട്ടുക, 55ഉം 45ഉം കൂട്ടുക, എന്നിട്ട് ഇൻറ്റു 55ൽ നിന്ന് 45 കുറയ്ക്കുക. ഓക്കെ ആണോ? രണ്ടും കൂടെ കൂട്ടുക, രണ്ടും കൂടെ കുറയ്ക്കുക, തമ്മിൽ അങ്ങോട്ട് ഗുണിക്കുക. സിമ്പിളാ. 55 മൈനസ് 45, 55ഉം 45ഉം കൂട്ടി എത്രയാ? നിങ്ങൾക്ക് ഒക്കെ അറിയാം, 100 അല്ലെ? 55 45 കുറച്ചാൽ 10. അപ്പൊ 100 × 10 1000. ഓക്കെ, ഈ ഒരു ഐഡന്റിറ്റി കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ചോദിച്ചാൽ എത്രയാടാ?
സിമ്പിൾ ആണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, രണ്ട് നമ്പറുകളുടെ സ്ക്വയറിന്റെ ഡിഫറൻസ് ചോദിച്ചാൽ ആ രണ്ട് നമ്പറും കൂട്ടുക, രണ്ട് നമ്പറും കുറയ്ക്കുക, തമ്മിൽ ഗുണിക്കുക. സോ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യം, ഈ 4 ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിക്കണം. ഒരൊറ്റ ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ആൻസർ മക്കളെ നിങ്ങൾ കമന്റ് ചെയ്യുക. 102 സ്ക്വയർ മൈനസ് 98 സ്ക്വയർ. ഇതിന്റെ ആൻസർ എത്രയാന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, സൈലത്തിന്റെ അസ്ത്ര ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ടത് ഈ നമ്പറിലേക്കാണ് 9995 400 800. ഓക്കെ, ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ധൈര്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഈ ഒരു വർഷക്കാലം ഏറ്റവും ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകൾ, കേരളത്തിലെ നമ്പർ 1 ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. വീണ്ടും കാണാം. ബൈ.